പ്രശസ്ത ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ അതിപ്രശസ്ത നോവലായ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ സ്പെയിനിലെ ടെലിഫ നഗരത്തിൽ ജീവിക്കുന്ന ഒരു വൃദ്ധനാണ് മെൽക്കിസെദക് എന്ന കഥാപാത്രം. ആൽക്കമിസ്റ്റിൽ മെൽക്കിസെദക് ചെറിയൊരു കഥാപാത്രമാണ്. എങ്കിലും നോവലിലെ നായകനായ സാന്റിയാഗോയെ ഇത്രയധികം സ്വാധീനിക്കുന്ന മറ്റൊരാൾ ഇല്ല. സാന്റിയാഗോയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ വഴികാട്ടിയാകുന്നത് മെൽക്കിസെദക് ആണ്. നോവലിലെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് ഈ വൃദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം. മാംസരക്തങ്ങൾ ഉള്ള കഥാപാത്രം ആണെങ്കിലും അടിസ്ഥാനപരമായി താൻ ഒരു ആശയമോ പ്രതീകമോ ആണെന്ന് മെൽക്കിസെദക് തന്നെ പറയുന്നുണ്ട്. ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്ന പുരാതന സലേമിലെ രാജാവ് മെൽക്കിസെദക് നോവലിൽ എത്തുമ്പോൾ തെരുവിൽ അലഞ്ഞു തിരിയുന്ന വൃദ്ധനായാണ് കാണപ്പെടുന്നതെങ്കിലും നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ശാന്തതയുടെ പ്രതീകമായി കാണുന്നത് വഴി എക്കാലത്തും ഒരു ഏകീകൃത സ്വഭാവം കാണിക്കുന്നു. മെൽക്കിസെദക് എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ എന്റെ രാജാവ് നീതിയാണ് അഥവാ മൈ കിങ് ഈസ് റൈറ്റസ്നെസ് എന്നാണ് അർത്ഥം. സാലേം എന്ന പേരിന് സമാധാനം എന്നാണ് അർത്ഥം. അതിനാൽ അദ്ദേഹം നീതിയുടെ രാജാവും സമാധാനത്തിന്റെ ദൂതനുമായി അറിയപ്പെടുന്നു. ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുന്ന ഘട്ടങ്ങളിൽ സ്വന്തം മനസ്സ് വരച്ചിടുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ ഓരോരുത്തരെയും ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്ന ആത്മശക്തിയുടെ പ്രതീകമാണ് ഈ കഥാപാത്രം. ജ്ഞാനത്തിന്റെ ദിശാസൂചി എന്ന് വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുമ്പിൽ മെൽക്കിസെദക് എന്ന രാജാവ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു ആന്തരിക ശബ്ദമായോ അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വ്യക്തിയുടെ രൂപത്തിലോ ആയിരിക്കും. അതൊരു പക്ഷേ മാതാപിതാക്കളോ ബന്ധുക്കളോ കുട്ടികളോ ആത്മസുഹൃത്തുക്കളോ ആരുമാകാം. മെൽക്കിസെദക് പറയുന്ന അടിസ്ഥാന സത്യങ്ങളിലൊന്ന് പ്രപഞ്ചം നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒത്തുചേരുന്നു എന്നതിലാണ്. സാന്റിയാഗോ മരുഭൂമിയിൽ വെച്ച് ഫാത്തിമയെ കണ്ടുമുട്ടുമ്പോൾ തന്റെ ലക്ഷ്യമാണോ അതോ സ്നേഹമാണോ വലുത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ജീവിതത്തിലെ യഥാർത്ഥ ആൽക്കമിസ്റ്റ് എന്നത് സ്വർണം ഉണ്ടാക്കുന്ന വിദ്യയല്ല, മറിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലെ അനുഭവങ്ങളെ സ്നേഹം എന്ന ലോഹം കൊണ്ട് അമൂല്യമാക്കി മാറ്റുന്ന കലയാണ്. നമ്മൾ കേൾക്കേണ്ട ആ അദൃശ്യ രാജാവ് പറയുന്നത് ഓരോ നിമിഷവും സന്തോഷിക്കുവാനും പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുവാനുള്ള ഒരു അവസരവുമാണ് എന്നാണ്. മെൽക്കിസെദക് ഒരു കഥാപാത്രമല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഉയർന്ന ആത്മബോധമാണ്. മെൽക്കിസെദക് എന്ന പേരുണ്ടാവണമെന്നില്ലെങ്കിലും ശരികളെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അദൃശ്യ രാജാവ് ഓരോരുത്തരോടുമൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരവും ആ രാജാവിന്റെ മാർഗനിർദ്ദേശങ്ങളും നാം തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്